ഇപ്പോൾ മിൽമ പ്രതിനിധികൾ ഡയറക്ടർ ബോർഡ് യോഗത്തിന് ശേഷം സംസാരിക്കുന്നു. തത്സമയം പാൽവില വർധനയിൽ തീരുമാനമുണ്ടാകുമോ അറിയാം. യോഗം പൂർത്തിയായ ഒരു സംശയം, അത്തരത്തിലേക്ക് ഒരു സംശയം ഇപ്പോൾ ഉയരുന്നുണ്ട്. എന്തായാലും അവരെന്താണ് പറയുന്നതെന്ന് കേൾക്കാം. ഇന്ന് മിൽമ ഫെഡറേഷൻ്റെ ഭരണസമിതി യോഗം നടക്കുകയാണ്. നമ്മൾക്ക് നൽകിയ ഭരണസമിതി യോഗത്തിൻ്റെ മിനിറ്റ്സ് അനുസരിച്ച്, അജണ്ട അനുസരിച്ച് ഇന്ന് പാൽവില വർധനവ് ചർച്ച ചെയ്ത് തീരുമാനമെടുക്കാമെന്ന് അതിൽ പറഞ്ഞിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഫെഡറേഷൻ സർക്കാരിന് നൽകിയ ശുപാർശ, അതായത് 4 രൂപ വച്ച് പാൽവില വർദ്ധിപ്പിക്കണമെന്ന് ശുപാർശ നൽകിയതായിട്ടാണ് മനസ്സിലാക്കുന്നത്. സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അനുകൂലമായ ഒരു സമീപനമാണ് ഉണ്ടായിരുന്നത്. തുടർന്ന് ഇന്നത്തെ യോഗത്തിൽ തീരുമാനമെടുക്കും എന്ന് പ്രതീക്ഷിച്ചാണ് ഞങ്ങൾ യോഗത്തിൽ പങ്കെടുത്തത്. പക്ഷേ ചെയർമാൻ ഏകപക്ഷീയമായിട്ട് ഇന്നത്തെ യോഗത്തിൽ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നത് കൊണ്ട്, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ അനുമതി കിട്ടാത്തത് കൊണ്ടും, പെരുമാറ്റച്ചട്ടം കഴിഞ്ഞതിന് ശേഷം ബോർഡ് യോഗം വിളിച്ച് പാൽവില വർദ്ധിപ്പിക്കാമെന്ന് തീരുമാനം എടുത്തു കഴിഞ്ഞതാണ്, വർദ്ധിപ്പിക്കാമെന്നാണ് പറഞ്ഞത്. ഇതിൽ പ്രതിഷേധിച്ചാണ് ഞങ്ങൾ എറണാകുളം മേഖലാ യൂണിയൻ്റെ പ്രതിനിധികൾ ഇറങ്ങിപ്പോകുന്നത്. കാരണം ഞാൻ പറയട്ടെ കാരണം ഇത് 23/12/2025 പാൽവില വർദ്ധിപ്പിക്കുന്നതിന് ഫെഡറേഷൻ്റെ ഭരണസമിതി യോഗം തീരുമാനമെടുത്തതാണ്. ഞങ്ങളിതിനു മുമ്പും പറഞ്ഞു, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുമ്പ് ബഹുമാനിയായ ഇപ്പോഴത്തെ നമ്മുടെ ക്ഷീരവികസന വകുപ്പ് മന്ത്രി നിയമസഭയിൽ പ്രഖ്യാപിച്ചതാണ് പാൽവില വർധനവ് നടപ്പാക്കുമെന്ന്. മാത്രമല്ല, കേരളത്തിലെ പല ജില്ലകളിലും നടന്ന ക്ഷീരസംഗമങ്ങളിലും ബഹുമാനിയായ മന്ത്രി ഇത് പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. അപ്പം ഞങ്ങളെല്ലാം പ്രതീക്ഷിച്ചത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഉടൻ വർദ്ധിപ്പിക്കുമെന്നാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഭരണസമിതി യോഗത്തിൽ ആവശ്യപ്പെട്ടു. 23/12/2025 ഫെഡറേഷൻ്റെ ഭരണസമിതി യോഗം തീരുമാനമെടുത്തു. അത് പഠിച്ച് തീരുമാനങ്ങൾ നടപ്പാക്കുന്നതിന് ചെയർമാനെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. അതിനുശേഷം 4-5 ഭരണസമിതി യോഗങ്ങൾ ഇപ്പോൾ നടന്നു. എല്ലാ ഭരണസമിതി യോഗങ്ങളിലും ഓരോ കാരണങ്ങൾ പറഞ്ഞ് ഇത് മാറ്റി വയ്ക്കുകയാണ്. ഒരു ഉൽപ്പന്നത്തിൻ്റെ വില നിശ്ചയിക്കുന്നതിന്, അതിൻ്റെ വാങ്ങുന്നതും വിൽക്കുന്നതുമായ വില നിശ്ചയിക്കുന്നതിനുള്ള അധികാരം ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി കർഷകൻ്റെ പ്രതിനിധിയായ മിൽമയ്ക്ക് നൽകിയിട്ടുണ്ട്. അതിൻ്റെ ഉത്തരവുമുണ്ട്. അപ്പോൾ ഈ പാൽവില വർദ്ധിപ്പിക്കുന്നത് പെരുമാറ്റച്ചട്ടത്തിൻ്റെ ഉള്ളിൽ വരും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം പാൽവില വർദ്ധിപ്പിക്കുന്നതിന് ബോർഡ് തീരുമാനിച്ചിട്ടുണ്ട്. തീരുമാനം നടപ്പാക്കുന്നത് വൈകി പോവുകയാണ്. നമ്മുടെ അവകാശം എന്ന് പറയുന്നത്, നമുക്ക് ഇന്ന് കിട്ടേണ്ട അവകാശം ഇന്ന് കിട്ടണ്ടേ? ഇനി മാറ്റി വയ്ക്കുന്നത് കൊണ്ട് പ്രയോജനമുണ്ടോ? അപ്പോൾ ഇത് 2025 ഡിസംബറിൽ തീരുമാനിച്ച കാര്യം ഇതുവരെയും നടപ്പാക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് ഞങ്ങൾ ഇറങ്ങിപ്പോകുന്നത്. പാൽവില വർദ്ധിപ്പിക്കുന്നത് ബോർഡ് തീരുമാനിച്ചിട്ടുണ്ട്. തീരുമാനം നടപ്പാക്കുന്നതിൽ വൈകുന്ന ഇതിൽ പ്രതിഷേധിച്ചാണ് ഞങ്ങൾ ഇറങ്ങി വന്നിട്ടുള്ളത്. ഞങ്ങൾക്കതിൽ രാഷ്ട്രീയമായ ഉദ്ദേശമുണ്ടോ എന്ന് സംശയം ഇപ്പോൾ ഞങ്ങൾക്ക് ജനിച്ചിട്ടുണ്ട്. കാരണം ഇത് 2025 മുതൽ ഇങ്ങനെ ഓരോ പ്രാവശ്യം മാറ്റിവെക്കുന്നത്, ഈ സർക്കാർ മാറി പുതിയൊരു സർക്കാർ വരികയാണെങ്കിൽ ആ സർക്കാർ തീരുമാനം എടുത്തോട്ടെ എന്നുള്ള രീതിയിൽ മാറ്റിവെക്കുന്നതായിട്ടാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. ഇപ്പോഴും അതിപ്പോൾ സർക്കാരിൻ്റെ കാര്യം തീരുമാനിക്കാനുള്ള അധികാരവും അവകാശവും നമുക്കില്ലല്ലോ. അല്ലേ, ഈ പെരുമാറ്റച്ചട്ടം തെരഞ്ഞെടുപ്പ് 9-ാം തീയതി കഴിഞ്ഞതിന് ശേഷം അതിൽ ഇളവുകൾ നൽകിയിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇത്തരം തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ഒരു തടസ്സം, അല്ലെങ്കിൽ ഞങ്ങൾ MD-യോടും ചെയർമാനോടും ചോദിച്ചു, ഇത്തരം തീരുമാനങ്ങൾ എടുക്കുന്നതിൽ എന്തെങ്കിലും തടസ്സമുണ്ടോ എന്ന് ചോദിച്ചതിൽ വ്യക്തമായ ഒരു മറുപടി പറയാനായിട്ട് അവർക്ക് ബോർഡിൽ സാധിച്ചിട്ടില്ല. മാത്രമല്ല,
കേരളത്തിലെ ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് അസന്നിഗ്ധമായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, കേരളത്തിൽ ഏത് സാധനത്തിന് വില കൂടിയാലും പ്രതിപക്ഷം എതിർക്കും. നിങ്ങൾ പത്രക്കാരൊക്കെ ഉള്ള തൃശ്ശൂരിൽ നടന്ന സമ്മേളനത്തിലാണ് അദ്ദേഹം പറഞ്ഞത്. നേരെ മറിച്ച് പാലിൻ്റെ വില വർദ്ധിപ്പിക്കാൻ പ്രതിപക്ഷം ഒരിക്കലും എതിർക്കില്ല എന്ന് വ്യക്തമായിട്ട് പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുണ്ട്. കാരണം കേരളത്തിലെ ക്ഷീര കർഷകരെ സംരക്ഷിച്ച് നിർത്തേണ്ട ഉത്തരവാദിത്വം കേരളത്തിലെ ഗവൺമെൻറ്റിനും പ്രതിപക്ഷത്തിനും ഉണ്ട് എന്ന് ഒരുപോലെ കൊണ്ടാണ് അദ്ദേഹം അത് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്ന് ഒരു എതിർപ്പ് ഇല്ലായിരുന്നിട്ട് പോലും സർക്കാർ ഇത്രയും കാലമായിട്ട് ഈ തീരുമാനം നടപ്പാക്കിയില്ല. അതിലാണ് ഞങ്ങൾക്ക് ശക്തമായ പ്രതിഷേധം. തീയതി ഇന്ന് അവിടെ പ്രഖ്യാപിച്ചിട്ടില്ല. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം കഴിഞ്ഞാൽ ഉടൻ യോഗം ചേർന്ന് തീരുമാനം. വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ്. മിൽമ പാൽ വില കൂട്ടും, 4 രൂപ വർദ്ധിപ്പിക്കാനുള്ള തീരുമാനമായിട്ടുണ്ട്. പക്ഷേ അതുടൻ പ്രഖ്യാപിക്കുന്നില്ല. തെരഞ്ഞെടുപ്പ് പെരുമാറ്റ ചട്ടം നിലനിൽക്കുന്നതിനാൽ എന്നുള്ളതിലാണ് ഇപ്പോൾ പ്രതിഷേധം എറണാകുളം യൂണിയൻ ഭാരവാഹികൾ കാണിക്കുന്നത്. അവർ പറയുന്നത് ചെയർമാൻ ഇക്കാര്യത്തിൽ ഏകപക്ഷീയമായി തീരുമാനമെടുക്കുകയാണ്, അത് പ്രഖ്യാപിക്കാതെ. നേരത്തെ തന്നെ നിരക്ക് വർധന തീരുമാനിച്ചതാണ്. കഴിഞ്ഞ വർഷം ഡിസംബറിൽ തന്നെ തീരുമാനമുണ്ടായതാണ്. ക്ഷീരവകുപ്പ് മന്ത്രിയും നിർദ്ദേശം നൽകിയതാണ്. പക്ഷേ ചെയർമാൻ ഏകപക്ഷീയമായി തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നു എന്നതാണ്. എന്നാൽ നമുക്കറിയാൻ കഴിയുന്നത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റ ചട്ടലംഘനമാകരുത് എന്നുള്ളത് കൊണ്ട് നിലവിൽ അത് പ്രഖ്യാപിക്കുന്നില്ല. അതിനുശേഷം പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ്. തീരുമാനമായിട്ടുണ്ട് 4 രൂപ കൂട്ടാൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.